കേരളത്തിൽ ഇടതുപക്ഷം തീവ്ര വലതുപക്ഷമായി മാറിയെന്ന് ബേപ്പൂരിലെ UDF സ്വതന്ത്ര സ്ഥാനാർത്ഥി PV അൻവർ. UDF വലിയ ആത്മവിശ്വാസത്തിലാണെന്നും വലിയ ഭൂരിപക്ഷത്തിൽ അധികാരത്തിൽ വരുമെന്നും PV അൻവർ പറഞ്ഞു. കഴിഞ്ഞ 1.25 വർഷമായി താൻ പറഞ്ഞ പിണറായിസം തെരഞ്ഞെടുപ്പിൽ ചർച്ചയായെന്നും ഇടതുപക്ഷത്തോടൊപ്പം നിന്ന 8.5 വർഷത്തോളം ആ സംവിധാനത്തോട് പരമാവധി കൂറു പുലർത്തിയിരുന്നുവെന്നും PV അൻവർ പറഞ്ഞു. വാർത്താ സമ്മേളനത്തിലായിരുന്നു അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത്. രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം ഫാസിസമാവുകയും പട്ടിണി പോലും മാറി വർഗീയത രാഷ്ട്രീയ ചർച്ചയാവുകയും ചെയ്ത സമയത്ത് ഇടതുപക്ഷം ശക്തമായ എടുത്തത് കണ്ടാണ് അവർക്കൊപ്പം ഞാൻ നിന്നത്. തൊഴിലാളികൾക്ക് വേണ്ടിയും സാധാരണക്കാർക്കായും വാദിക്കുന്ന പാർട്ടിയും പ്രസ്ഥാനവുമായിരുന്നു ഇടതുപക്ഷവും CPM-ഉം എന്ന് അദ്ദേഹം പറഞ്ഞു. പക്ഷേ രണ്ടാമത് പിണറായി സർക്കാർ അധികാരത്തിൽ വന്നതോടെ കാര്യങ്ങൾ മാറി. മതേതരത്തിലും സോഷ്യലിസത്തിലും മടിയുറച്ച് മുന്നോട്ടു പോകുമെന്നാണ് കരുതിയിരുന്നത്. പക്ഷേ പിണറായി നേരെ തിരിയുന്നതാണ് നാം കണ്ടത്. ഇടതുപക്ഷത്തിൽ നിന്ന് തീവ്ര വലതുപക്ഷത്തിലേക്കാണ് പിണറായി തിരിഞ്ഞത്. അതാണ് ഞാൻ ചോദ്യം ചെയ്തത്. മതേതരത്തെ ബലികഴിപ്പിച്ച് എല്ലാ മേഖലയിലും ഫാസിസ്റ്റുകൾക്ക് കടന്നു വരാൻ കഴിയുന്ന സ്ഥിതിയാക്കി. കേന്ദ്ര സർക്കാരുമായി അണ്ടർഗ്രൗണ്ട് ബന്ധം പിണറായി ഉണ്ടാക്കി, PV അൻവർ പറഞ്ഞു. ഭരണവിരുദ്ധ വികാരത്തിനപ്പുറം ജനങ്ങൾ വോട്ട് ചെയ്ത UDF-നെ അധികാരത്തിലെത്തിക്കുന്നതിന്റെ പ്രധാന കാരണം പിണറായി വിരുദ്ധതയാണെന്നും കേരളത്തിലുടനീളം പിണറായി വിരുദ്ധതയുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. മൂന്നാമൂഴം പിണറായിക്ക് നൽകിക്കഴിഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തകർച്ച പൂർണ്ണമാകുമെന്നും മുതലാളിത്ത കേന്ദ്രീകൃത ഭരണത്തിലേക്ക് മാറുമെന്നും ജനം തിരിച്ചറിഞ്ഞെന്ന് അൻവർ പറഞ്ഞു. സർവ്വലോക തൊഴിലാളികളെ സംഘടിക്കുവിൻ എന്ന് പറഞ്ഞ പാർട്ടി സർവ്വലോക മുതലാളിമാരെ കേരളത്തിലേക്ക് വരൂ എന്ന നിലപാടിലേക്ക് മാറിയെന്നും അദ്ദേഹം വിമർശിച്ചു. ധർമ്മടത്ത് മുഖ്യമന്ത്രിയുടെ അവസ്ഥ ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും എന്നാവുമെന്നും 10,000 വോട്ടിന് താഴെ പോകുമെന്നും PV അൻവർ കൂട്ടിച്ചേർത്തു.